ഇന്ന് നമുക്ക് ചെറിയൊരു കാറ്ററിംഗ് വർക്കിന് പോയി വന്നാലോ? കാറ്ററിംഗിന് പോവാണെങ്കിലും റേഷൻ പടിയിൽ അരി വാങ്ങാൻ പോവാണെങ്കിലും ലക്ഷറി വിട്ടിട്ട് നമുക്കൊരു കളിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കാറൊക്കെ എടുത്ത് കുറച്ച് ടോപ്പായിട്ടാ പോകുന്നത്. അവിടത്തെ ആട് പുരക്കാരൊക്കെ വല്ലാത്തൊരു നോട്ടം. അമ്പോ നാടൻ പൊട്ടിക്കും ഷൂസാ. അങ്ങനെ കല്യാണപ്പോരെല്ലാം എത്തിയിട്ട് നമ്മള് നേരെ പന്തലിലേക്ക് പോയി. ഇവിടത്തേക്കുമ്പോഴാണെങ്കിൽ എല്ലാവരും ചായ കുടിന്റെ തിരക്കില്ല. അപ്പൊ പിന്നെ നമ്മളെ ഒരു പ്ലേറ്റ് എടുത്ത് നല്ല പൊറാട്ടയും പാടിച്ച് കറി ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മുതലാളി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മുതലാളി സമീർക്ക. മുതലാളി വന്നോണ്ട് തന്നെ ഇനിയിപ്പോ എല്ലാവരും നല്ല പണിയിലായിരിക്കും. കാറ്ററിംഗിന് വന്ന് നമുക്ക് പല ടൈപ്പ് ആൾക്കാരെ കാണാൻ പറ്റും. ഒന്നിഞ്ഞ പോലെ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ, രണ്ട് ഇതേമാതിരി വെറുതെ കുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ മുതലാളിനെ കാണിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന പോലെ വേറെ. അങ്ങനെ ഒരുത്തനാണ് ഇതായി വരുന്നത്. ജീവൻചേട്ടാ, ഇത് ഞാനാ സേതുമണിയുടെ മകൻ ബാബു. ഞാനിവിടെ ബാറിലാട്ടാ ജോലി ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് നമ്മളെ കുന്തളിപ്പ്. ഇനി ചിലവര് ഫിറ്റെക്കൊന്നും പറയും. അങ്ങനെ 12:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ പരിപാടി തുടങ്ങിയിട്ട് അങ്ങനെ 3 മണി വരെ ശരിയായ പണിയായിരുന്നു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മളെ അടുത്ത പരിപാടിയിലേക്ക് പോയി. രാവിലെ എല്ലാം പൊറാട്ട അടിച്ചു മാറിയോണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഭയങ്കര അടിയാണ്. അങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചേരം അവിടെ കുത്തിട്ട് കഥയൊക്കെ പറഞ്ഞ ഒരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മള് നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴോ നമ്മൾ വന്ന മാതിരി തന്നെ എല്ലാവരും കുറച്ച് ലക്ഷറി ആയിട്ട് തന്നെ വന്നത്. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? പക്ഷെ പോകുന്ന റൂട്ടിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പണിപാടി. കാർ എടുത്ത് വന്നോണ്ട് തന്നെ 1.5 മണിക്കൂർ നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് കൊടുക്കേണ്ടി വന്നു. ബൈക്ക് എടുത്ത് വന്നിട്ടുണ്ടപ്പോ പുരയിലെത്തേണ്ട നേരായി. അങ്ങനെ കാറ് നമ്മളെ ബൈക്കിൽ ഇറക്കി വിട്ടു. പക്ഷെ നമുക്ക് അടുത്ത ലക്ഷറി വണ്ടി വരുന്നുണ്ട്. അങ്ങനെ അതിൽ കയറി നമ്മളെ നേരെ പുരക്ക് വിട്ടു. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു.